നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറച്ച് തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ്. അതായത് മ്യൂച്വൽ ഫണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ഒരു മേഖലയാണ്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത മേഖലയായിട്ട് മ്യൂച്വൽ ഫണ്ടിനെ കാണാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ പൊതുവെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ തെറ്റായ വിശ്വാസങ്ങളോ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പണക്കാരന് മാത്രം ഉള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആർ ഓൺലി ഫോർ റിച്ച് പീപ്പിൾ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതായത് കാശ് ഒരുപാട് കയ്യിലുള്ളവന് മാത്രമേ മ്യൂച്വൽ ഫണ്ട് പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു പൈസ ഉണ്ടെങ്കിലേ മ്യൂച്വൽ ഫണ്ട് പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മൾ പണ്ട് അമേരിക്കയെ പറ്റി പറയാറുണ്ട്. അമേരിക്ക ഭയങ്കര സമ്പന്ന രാജ്യമാണ്, അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഒരുപാട് നല്ല റോഡുകളുണ്ട് എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വാഷിങ്ടൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് പറഞ്ഞൊരു മറുപടി ഇതാണ്: അമേരിക്കയിൽ ഒരുപാട് നല്ല റോഡുകൾ ഉണ്ടായതുകൊണ്ടാണ് അമേരിക്ക റിച്ച് ആയത് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യവും പറയാനുള്ളത്. അതായത് റിച്ചായവരല്ല മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്, മറിച്ച് റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്. സോ 500 രൂപയിലാണ് SIP നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതായത് SIP ആയിട്ട് അടക്കേണ്ട തുക എന്ന് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 500 രൂപ ഒരു മാസം നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് പോലും മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നർത്ഥം. കുറേ കാലത്തേക്ക് നമ്മൾ ഈ കാശിനെ ചെറുതായിട്ട് മാറ്റിവെച്ചാൽ അത് ഭീമമായ ഒരു വെൽത്ത് ക്രിയേഷനായിട്ട് മാറും. അങ്ങനെ സാധാരണക്കാരനും മ്യൂച്വൽ ഫണ്ട് വഴി റിച്ചായി മാറാൻ പറ്റും. അല്ലാതെ റിച്ചായ ശേഷം ചെയ്യേണ്ട ഒരു കാര്യമല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ബാങ്കിലിട്ടാലും അല്ലെങ്കിൽ വേറെ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വെഹിക്കിൾസിൽ നമ്മൾ പണം പാർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ റിട്ടേൺസ് ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ 6.9 മുതൽ ഒരു 7.5% വരെ, അല്ലെങ്കിൽ ഇപ്പോൾ പല സ്കീംസുള്ള പല ലീഗലായി തന്നെ പ്രവർത്തിക്കുന്ന പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളതിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോർമലി ഒരു 6 മുതൽ ഒരു 10% വരെയൊക്കെ റിട്ടേൺസ് കിട്ടുന്ന ഒരു മേഖലയിലാണ് നമ്മുടെ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലും ഇതുപോലെ ഗ്യാരണ്ടീഡ് ആയിട്ടൊരു ഇൻകം ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ പണം നിക്ഷേപിക്കുന്നത് ഇന്ത്യയിലുള്ള മാർക്കറ്റിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും മോശം റിസൾട്ട് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല, വിദൂര സാധ്യത പോലുമില്ല. കാരണം ഇന്ത്യയുടെ മാർക്കറ്റ് അത്രത്തോളം ഡെപ്ത് ആയിട്ടുള്ള, അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഒരു 15%, 14% എന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള റിട്ടേൺസ് കൂടുതൽ കൊടുത്തേക്കാം, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞേക്കാം. പക്ഷേ ലോങ് ടേമിൽ നോക്കുമ്പോൾ, അതായത് ഒരു 5 years പ്ലസ് ഒക്കെ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺസ് കൊടുത്ത ചരിത്രം മാത്രമേ മ്യൂച്വൽ ഫണ്ടിലുള്ളൂ. പക്ഷേ ഗ്യാരണ്ടി എന്ന് പറയുന്നൊരു കാര്യം ഒരിക്കലും നമുക്കവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനി പല ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു സംശയമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് തന്നെയാണെന്നുള്ളതാണ്. ഇത് ഷെയർ മാർക്കറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഷെയർ മാർക്കറ്റിൻ്റെ ഒരു ഭാഗം അതിനുള്ളിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വ്യക്തമായ ധാരണകളുള്ള ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് ആണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ലാഭനഷ്ടങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടസാധ്യതകൾ, ലാഭനഷ്ടങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്, നഷ്ടസാധ്യതകൾ ഇതിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കൃത്യമായി ഫണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണെന്ന് കൃത്യമായ ധാരണകളുള്ള ആൾക്കാരാണ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ ഫണ്ട് പെർഫോം ചെയ്യിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നഷ്ടസാധ്യത വളരെ കുറവാണ്. ഷെയർ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ പറയാനുണ്ട്. അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇനി അടുത്തൊരു വലിയൊരു ട്രെൻഡാണ്, മാർക്കറ്റ് മോശമായിരിക്കുന്ന സമയത്ത് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് നിർത്തുക എന്നുള്ളത്. ഏറ്റവും റോങ് ആയിട്ടുള്ളൊരു ചിന്താഗതിയാണത്. അതായത് മാർക്കറ്റ് മോശമാവും, മാർക്കറ്റ് നന്നായിരിക്കും. ഒരു 1-2 വർഷമൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് മോശമായേക്കാം. സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഗുണം അടുത്ത 2-3 വർഷം കൊണ്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും. നമ്മുടെ കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. കാരണം മാർക്കറ്റ് മോശമാകുമ്പോൾ നിങ്ങൾക്ക് ആ മോശം അവസ്ഥയിലുള്ള
മാർക്കറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് എന്താ പറയുക ഷെയറുകളും യൂണിറ്റുകളൊക്കെ കിട്ടുന്നുണ്ടാവുക. സ്വാഭാവികമായും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് ഇങ്ങനെ കണ്ടാൽ മതി, നമ്മുടെ വീട്ടിൽ നമ്മൾ മാങ്ങ മേടിക്കാനാണ് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ അച്ചാറിടാനോ അങ്ങനെയുള്ള പല കാരണത്തിനു വേണ്ടി മാങ്ങ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ആ സമയത്താണ് നമ്മൾ അറിയണത് ഒരു വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു മാവ് മറിഞ്ഞു വീണു. ആ മാവിലുള്ള മാങ്ങ മുഴുവൻ ആൾക്കാരെടുത്ത് കച്ചവടം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അവിടെ മാങ്ങയുടെ വില മാർക്കറ്റിലുള്ള മാങ്ങയുടെ വിലയേക്കാൾ കുറവായിരിക്കും. നമ്മൾ അവിടെ നിന്നാണ് മാങ്ങ മേടിക്കുക. കാരണം വില കുറഞ്ഞ് മാങ്ങ കിട്ടും എന്നുള്ളൊരു കാരണം കൊണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മാർക്കറ്റ് മോശമായിരിക്കുമ്പോൾ വാങ്ങിക്കൂട്ടുക എന്ന് പറഞ്ഞൊരു പ്രവണതയാണ് യഥാർത്ഥ ബിസിനസ്സുകാർ, യഥാർത്ഥ ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കാശ് ഉണ്ടാക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി അവർ ഭാവിയിൽ ചെയ്യാൻ പോണതും ഒക്കെ തന്നെ അതാണ്. അതുകൊണ്ടാണ് അവർ കാശുകാരായിട്ടുണ്ടാവുക. വില കൂടിയ സമയത്ത് സാധനങ്ങൾ വാങ്ങി വില കുറഞ്ഞ സമയത്ത് വിൽക്കുക എന്ന് പറഞ്ഞ പ്രവണതയല്ല, മറിച്ച് വില കുറഞ്ഞു നിൽക്കുമ്പോൾ സാധനങ്ങൾ വാങ്ങി വില കൂടിയ മാർക്കറ്റിൽ വിൽക്കുക എന്ന് പറയുന്നതാണ് ബിസിനസ്സിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ. സോ ഇത് മ്യൂച്വൽ ഫണ്ടിലും ബാധകമാണ്. ഒരു കാരണവശാലും SIP മാർക്കറ്റ് മോശമാവുന്ന സമയത്ത് നിർത്തരുത്, പോസ് ചെയ്യരുത് എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് സൂക്ഷിക്കുക. ഇനി അടുത്തൊരു കാര്യമാണ്, മ്യൂച്വൽ ഫണ്ട് ചെറിയ കാലത്തിന് വലിയ റിട്ടേൺസ് കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന ഷോർട്ട് ടേം ഗെയിൻ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി തന്നെ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് കാണാം. കോമ്പൗണ്ടിങ് എഫക്റ്റ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണുക. അത് സിംഗിൾ ഡെപ്പോസിറ്റ് ആയാലും, അതായത് ലംസമായിട്ട് ചെയ്യുകയാണെങ്കിലും, അല്ല നമ്മൾ ഷോർട്ടായിട്ട് ചെറിയ SIP പോലെ ചെറിയ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലോങ് ടേം എന്ന് പറയുന്ന ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവാം.